മുഴുവൻ വിശദാംശങ്ങളും വേഗം ഹാജരാക്കുമെന്ന് ദേവസ്വം ബോർഡിനോട് പറയുകയാണ് ഹൈക്കോടതി. അപ്പോൾ നിങ്ങൾ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നടത്തിയ പരിപാടിയെക്കുറിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും പൈസയുടെ പൊരുത്തക്കേട് കാണിക്കുന്നത് നിങ്ങൾ വളരെ ലൂസായി മറുപടി പറഞ്ഞു പോയാൽ മതിയോ CVP മുസ്തഫ? ഞാനൊരു ലൂസും അല്ലല്ലോ പറഞ്ഞത്, വളരെ കൃത്യം തന്നെയല്ലേ പറഞ്ഞത്. നിഷാദ് പറഞ്ഞതുപോലെ കോടതി ഡിവിഷൻ ബെഞ്ചിൽ എന്തെങ്കിലും നിരീക്ഷണമോ പ്രതികരണമോ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടോ? കോടതി ഞാനിപ്പോ കാണുന്ന വാർത്തയാണ്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പൊ ഈ TV ബ്രേക്കിംഗ് ഞാൻ കാണുന്ന വാർത്തയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതല്ലേ, ഞാൻ കണ്ടില്ല, TV കാണാൻ പറ്റുന്നില്ല, TV ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സൂമിൽ നിന്നാണല്ലോ ചേർന്നത്, അപ്പോ അത് കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അപ്പോഴും നോക്കൂ, എന്തേ കോടതി ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ മുഴുവൻ റിപ്പോർട്ടുകളും നൽകൂ. അപ്പൊ ഓഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഓഡിറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് 17-ാം തീയതി ബോർഡ് യോഗം കൂടുന്നുണ്ട്. ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് 17-ാം തീയതിയിലെ യോഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും പരിഹാരം കാണുകയും ചെയ്യും. ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് കൊടുക്കും. അപ്പൊ നമുക്കത് കാണാം. ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഈ പണമെല്ലാം എടുത്ത് അടിച്ചു മാറ്റി വല്ലാതെ ദൂർത്ത് നടത്തുന്ന പരിപാടി ആക്കിയിട്ടുണ്ടോ? അല്ല. ഇതിപ്പോ ഈ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ ലീക്ക് ചെയ്ത് കിട്ടിയതിന്റെ പുറത്ത് നമ്മൾ ആകെ ചർച്ച ചെയ്ത് എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത വളരെ മോശമായ കാര്യം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിനൊക്കെ വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. അത്തരം കാര്യങ്ങൾ ചെയ്യാം. ഏതുപോലെ അവിടെയാണ് ശ്രീ സജീവൻ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്കുള്ള വിമർശനം. ഇപ്പൊ അദ്ദേഹം പോലും പറയുന്നത് എന്താ, 2 സ്ത്രീകളെ രാത്രിയിലും മറ്റുമായിട്ട് പോലീസ് ഉൾപ്പെടെ ഉപയോഗിച്ച് കയറ്റി അവരവിടെ കയറാൻ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ സമരം എന്ന് പറഞ്ഞിട്ട് തടയുകയാണ്. അവിടെ വലിയ നിലയിൽ തമ്പടിച്ച് സംഘർഷാത്മകമായ അന്തരീക്ഷം ഉണ്ടാക്കി തടയുകയാണ്. അവര് പ്രവേശിക്കാൻ കഴിയുന്നില്ല, ആരും അവരെ സഹായിക്കുന്നില്ല. അവര് കോടതിയിൽ പോയിട്ട് കണ്ടന്റ് ഓഫ് കോർട്ട് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഞങ്ങൾ ശബരിമലയിൽ കയറാൻ പോയി. അവിടെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ബഹളം സൃഷ്ടിച്ച് സംഘർഷം സൃഷ്ടിച്ച് ഞങ്ങളുടെ പ്രവേശനം തടഞ്ഞു. പോലീസ് ഉൾപ്പെടെ ഞങ്ങളെ സഹായിക്കാൻ വന്നില്ല. ആരാണ് മറുപടി പറയേണ്ടത്? സർക്കാർ മറുപടി പറയണ്ടേ? ആ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് വന്നാൽ പോലീസ് സംവിധാനം DGP മറുപടി പറയണ്ടേ? ദേവസ്വം ബോർഡ് മറുപടി പറയണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാൻ പോലീസിന് ഉത്തരവാദിത്തമില്ലേ? അവരെ സ്ത്രീകൾ വന്ന് സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ ഉത്തരവാദിത്തമില്ലേ? കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഒരു നീതി നിർവഹണ സംവിധാനം എന്നുള്ള നിലയിൽ, ക്രമസമാധാന പാലക സംഘം എന്നുള്ള നിലയിൽ പോലീസിന് ചുമതലയില്ലേ? അപ്പൊ പോലീസ് എന്ത് ചെയ്തു? സംഘർഷം കുറെ കൂടി ലഘൂകരിക്കാൻ പകല് ആൾക്കൂട്ടമുള്ള സമയത്ത് പോകാതെ കുറച്ചുകൂടി ആൾക്കൂട്ടം കുറഞ്ഞ ഒരു സമയം നോക്കി ഉണ്ടാകാം എന്നേ പറയാൻ കഴിയുള്ളൂ. ആ സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ടാകാം. അത് പോലീസ് സ്വീകരിക്കേണ്ട ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമല്ലേ? അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിന്റെ മുന്നിലൂടെ ഈ സമരം എന്ന് പറഞ്ഞിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ ഈ സ്ത്രീകളെയും കൊണ്ട് പോയാലോ? ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? ആ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ? അപ്പൊ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യമല്ലേ? അങ്ങനെയല്ലേ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് സുപ്രീം കോടതി തന്നെ ആ വിധി, ആദ്യത്തെ വിധി തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് തിരികെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ ചോദിക്കുന്നത്, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമാകാം എന്ന നവോത്ഥാന നിലപാടാണ് CPIM അന്ന് സ്വീകരിച്ചത്. അതാ നിങ്ങളുടെ നിലപാടിനെ കുറിച്ച് ചോദ്യം. ഞാൻ സർക്കാർ ആക്ഷനെ കുറിച്ചല്ല. നിങ്ങളുടെ നിലപാട് എന്താണ്? ഇപ്പോഴും അത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്താ നിലപാടിൽ മാറ്റം വരുത്തേണ്ട കാര്യം? നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ RSS എടുത്ത നിലപാടെന്താ നിഷാദേ? ഇപ്പൊ വലിയ ആചാര സംരക്ഷണം പറയുന്ന BJP അവരുടെ രാജഗോപാൽ എഴുതിയ ലേഖനത്തിൽ ഈ കേസ് നടക്കുന്ന കാലത്ത് അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരു കലാകൗമുദി വാരികയിൽ എഴുതിയ ലേഖനത്തിൽ അല്ല, സംശയമില്ല. RSS ഈ നടപടിയെ ആദ്യഘട്ടത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ അവർ സുവർണാവസരമായിട്ട് കാണുകയായിരുന്നു. അത് കറക്റ്റാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ ചോദിക്കുന്നത്, ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്ന നിലപാട് VP മുസ്തഫ താങ്കൾ അപകടം പറയുകയാണോന്ന് എനിക്കൊരു സംശയം. കാരണം പാർട്ടി അതിനുശേഷം ഗൃഹസന്ദർശനം നടത്തി അതിൽ നിന്ന് പിൻവാങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, പാർട്ടി പറഞ്ഞത് എന്താ? ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസി സമൂഹത്തെ കൂടി, ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, വിശ്വാസി സമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം.
ഇതാണ് പാർട്ടി വരുത്തിയ ചെറിയ മാറ്റം എന്ന് പറയാവുന്നത്. വിശ്വാസി സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയണം. അല്ലാതെ സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം വേണ്ട എന്നുള്ള നിലപാട് CPIM കൈക്കൊണ്ടിട്ടുണ്ടോ? നിഷാദ് പറ. അങ്ങനെ കൈക്കൊണ്ടിട്ടില്ല. വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന്